Every child is an artist. The problem is to remain an artist once they grow up. ഓരോ കുട്ടിയും കലാകാരനാണ്. അവർ വളർന്നു കഴിയുമ്പോഴും കലാകാരനായി തുടരുക എന്നതാണ് പ്രശ്നം. ലോകം കണ്ട എക്കാലത്തെയും മികച്ച ചിത്രകലാകാരന്മാരിൽ ഒരാളായി 1881 ഒക്ടോബർ 25 ജനിച്ച പാബ്ലോ പിക്കാസോയുടെ വാക്കുകളാണിവ. വിശാലമായ ഒരു ഉദ്യാനത്തിലെ വ്യത്യസ്തമായ പൂക്കളെയും ചിത്രശലഭങ്ങളെയും പോലെ വ്യത്യസ്തമായ കഴിവുകളും അഭിരുചികളുമുള്ളവരാണ് നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ കുഞ്ഞുമക്കളും. അവരിൽ അറിവിനെയും സർഗവാസനകളെയും നൽകി പരിപോഷിപ്പിക്കുമ്പോഴും വളർച്ചയുടെ പടവുകളിൽ ഒന്നും അവരിലെ നിഷ്കളങ്കത്വം നഷ്ടമാവാതെ സൂക്ഷിക്കുവാനും സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഈ ദിനം നമുക്ക് ആരംഭിക്കാം. ഈശ്വര കൈകൂപ്പി നിൽക്കു ഞാൻ നിൻ മുന്നിൽ ഈരണണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണ ഭൂവിലും കാരുണ്യവാനായി തമ്പുരാനെ. ഈശ്വര കൈകൂപ്പി നിൽക്കു ഞാൻ നിൻ മുന്നിൽ ഈരണണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണ ഭൂവിലും കാരുണ്യവാനായ തമ്പുരാനെ. അച്ഛൻ അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരത്തെറ്റാത്തനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിലെയും മയ സ്നേഹിച്ചു ആദരിച്ചും കൂടി പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി മികച്ചും മാതൃഭൂമിക്കാൻ ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും. ഈശ്വര കൈകൂപ്പി നിൽക്കു ഞാൻ നിൻ മുന്നിൽ ഈരണണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണ ഭൂവിലും കാരുണ്യവാനായി തമ്പുരാനെ. Morning Prayer. Lord our God, in your loving hands I place my life today. With your infinite and loving mercy, grant us the strength to learn, concentrate, and act in love towards our fellow being and nature. Guide us and give us right direction so that we discover more of ourselves and the world around us and learn of your wonderful values. Patron of our school, St. Joseph, pray for us. The foundress of our school, Mother Mary of the Passion, pray for us. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അനരൻ മൈക്കൽ, സ്റ്റാൻഡേർഡ് 2B. പെട്രോൾ വില 110 കടന്നു. മുല്ലപ്പെരിയാർ ജലനിരപ്പിൽ 130 അടിയായി. മുണ്ടക്കയത്ത് വീണ്ടും ഉരുൾപൊട്ടൽ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ്. ഇന്നത്തെ ചിന്താവിഷയം: ഒരു നല്ല വീടിന് തുല്യം വെക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വെക്കാൻ ലോകത്തൊരു അധ്യാപകനുമില്ല. മഹാത്മാഗാന്ധി. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും.
ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഞാനിവിടെ ജോമെട്രിക്കൽ ഷേപ്പ് വെച്ചിട്ടുള്ള ഒരു ഡയമണ്ട് ഉണ്ടാക്കാൻ പോകുന്നു. ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കുന്നത് വേസ്റ്റ് തുണി വെച്ച് ചവിട്ടിയാണ്. ചവിട്ടി കഴിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: പഴയ തുണി, ലേസ്, കത്രിക, നൂൽ, സൂചി. ഈ തുണി കൊണ്ട് ചവിട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ തുണി കഷ്ണം നമുക്ക് നീളത്തിലായി ഒരേ മുറിക്കാം. തുണിയെല്ലാം ഞാൻ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ 3 തുണി ഇതുപോലെ ഇഷ്ടത്ത് കെട്ടിട്ടിട്ട് പിന്നിയെടുക്കാം. ഞാൻ ഇതുപോലെ ഈ തുണിയൊക്കെ ഇങ്ങനെ പിന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൗണ്ടിൽ ജോയിൻ ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ തുന്നിയെടുക്കാം. നമുക്ക് ചവിട്ടി അരികത്ത് ലേസ് പിടിപ്പിക്കാം. കൂട്ടുകാരെ, നമ്മളെ ചവിട്ടി ഇപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്